കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയ്ക്ക് വിധിയുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇപ്പോ അമ്മ പറഞ്ഞ കാര്യത്തിലായിരിക്കണം നിന്റെ ശ്രദ്ധ. അച്ഛനോ അച്ഛന്റെ ആളുകളോ ഈ വിവാഹം ഒരു കാരണവശാലും അറിയാൻ പാടില്ല. ഇല്ല, അറിയില്ല. ഒരിക്കലും അറിയാതെ ഞാൻ നോക്കിക്കോളാം. കല്യാണത്തിന് ഇങ്ങനൊരു അനുഗ്രഹം തരാൻ അമ്മയ്ക്ക് പറ്റുമെന്നറിയില്ല. എന്റെ മകനെ ദൈവം കാക്കട്ടെ. ഭഗവാനെ എന്റെ കുഞ്ഞിനെ കാത്തോണേ. ഇപ്പൊ ഇങ്ങനെ ഒരു കുറ്റബോധം തോന്നാൻ കാരണം ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായതുകൊണ്ടും നിരപരാധികളായവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് തോന്നിയതുകൊണ്ടും. ദേവേട്ടനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാ മനീഷയെ കൊണ്ട് ഞാൻ ഡയമണ്ട് കള്ളക്കടത്ത് നടത്തിച്ചത്. മനീഷയെ കൊന്നത് ഞാൻ ഏൽപ്പിച്ച ഗുണ്ടകളാ. മാഡത്തിന് എന്നെ അറസ്റ്റ് ചെയ്യാം, എന്നെ കോടതിയിൽ ഹാജരാക്കാം. എല്ലാം തുറന്നു പറയാനുള്ള തീരുമാനമായി പ്രവീണ വന്നത് നല്ലതാ. പക്ഷെ പോലീസ് എന്ത് ചെയ്യണോന്ന് പ്രവീണയുടെ ഉപദേശം വേണ്ട. ഓക്കെ, പ്രവീണ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദേവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനീഷയെ കൊണ്ട് കള്ളക്കടത്ത് നടത്തിച്ചു. മനീഷയെ കൊല്ലാൻ നിങ്ങൾ ഗുണ്ടകളെ ഏർപ്പാടാക്കി. അതിനുള്ള തെളിവ് ടെൽ മീ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ നിങ്ങളുടെ മൊഴി വിശ്വസിക്കേണ്ടത്? തെളിവുണ്ട്. ആ ഡയമണ്ട്സ് എന്റെ അനുജൻ ഹേമന്ത് ശേഖരൻ സാറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മാഡം ഹേമന്തിനെ അറസ്റ്റ് ചെയ്യണം. ശേഖരൻ സാറിന്റെ വീട് റെയ്ഡ് ചെയ്താൽ ആ ഡയമണ്ട്സ് കണ്ടെടുക്കാൻ കഴിയും. പ്രവീണ മുമ്പ് പോലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതോ കുറ്റാന്വേഷണ കഥകൾ വായിച്ച് അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് സ്വയം സങ്കല്പിച്ചിട്ടുണ്ടോ? അല്ല, അറസ്റ്റ് ചെയ്യണം, റെയ്ഡ് ചെയ്യണം എന്നൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. മാഡം എന്നെ പരിഹസിക്കരുത്. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ പ്രവീണ. ദേവൻ ഈ കേസിലെ പ്രധാന പ്രതി. പ്രവീണയുടെ പൂർവകാമുകനല്ലേ? ഈ കാമുകിമാരായ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. കാമുകന്മാരെ രക്ഷിക്കാൻ എന്ത് സഹായം കാണിച്ചു കളയും. അതിനുവേണ്ടി ചിലപ്പോ സ്വന്തം ലൈഫ് പോലും കളയാൻ തയ്യാറാവും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. പ്രവീണ ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദേവനെ രക്ഷിക്കാനാണ്. പക്ഷേ അതുകൊണ്ട് ദേവൻ കുറ്റവാളി അല്ലാതാകുന്നത് എങ്ങനെയാ? മാഡം പ്ലീസ്, ഞാൻ ഈ പറയുന്നത് കേട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ മാഡം കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. എന്താ എന്നെ നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ആരെങ്കിലും മുമ്പിൽ വന്നിരുന്ന് പിച്ചും പേയും പറഞ്ഞാൽ അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. ദേവൻ ഒരു കൊലപാതകയാണ്. അതിനുള്ള കൃത്യമായ തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തില് അയാളെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യും. കോടതിയിൽ തക്കതായ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെ മുൻവിധിയോടെ എന്നോട് സംസാരിക്കരുത് മാഡം. ശേഖരൻ തമ്പിയെ കുറിച്ചും എന്റെ അനുജൻ ഹേമന്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. മാഡം എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്ക്, എന്നിട്ട് എന്നെ കോടതി ഹാജരാക്ക്. കോടതിയിൽ ഞാൻ ഇതൊക്കെ സംസാരിച്ചോളാം. കോടതിക്ക് ബോധ്യമാവും. സോ യു ആർ വെൽ പ്രിപ്പയർഡ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബുദ്ധി പ്രവീണയുടെ ആണോ അതോ ദേവന്റെ ആണോ? ഹീസ് വെരി കണ്ണിങ്. അങ്ങനെയുള്ളവർ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കും. പണ്ട് ചതിച്ച പെണ്ണിനോട് അല്പം പഞ്ചാര വർത്താനം പറഞ്ഞാൽ വീണു പോകുമെന്ന് അയാൾക്ക് നല്ലവണ്ണം അറിയാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. മാഡം, എന്റെ കൂടെ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പുറത്തു നിൽക്കുന്നുണ്ട്. മാഡത്തിനോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം കോടതി ചെന്ന് പറയാൻ എനിക്കൊരു തടസ്സമില്ല. അത് ചെയ്യണോ? വേണമെങ്കിലാവാം. ഓക്കെ പ്രവീണ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്റെ സീനിയർ ഓഫീസറോട് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് അല്പം സമയം തരണം. അത് കഴിഞ്ഞിട്ട് പ്രവീണയെ ഞാൻ വിളിച്ചോളാം. പക്ഷേ വൈകരുത്. കാരണം എന്റെ ജീവനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പില്ല. വൈകില്ല, ഒട്ടും വൈകില്ല. ഓക്കെ മാഡം. തന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ ഹൃദയം നിറഞ്ഞാലേ അത് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റും. നിറഞ്ഞ മനസ്സോടെ തന്നെ അമ്മ അത് പറഞ്ഞത്. പക്ഷേ എന്റെ വീട്ടുകാരിപ്പോഴും സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവരെ കുറ്റം പറയില്ല. എന്റെ അച്ഛന്റെ പ്രവൃത്തികൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിച്ചത് തന്റെ വീട്ടുകാരാ. അവരും മാറ്റിയും മറച്ചുമൊക്കെ ചിന്തിക്കും. ഒരുപക്ഷെ ഒരു കുറ്റവാളിയുടെ മകൻ എന്ന നിലയ്ക്ക് അവരവരുടെ മനസ്സിലിട്ട് എന്നെ വിചാരണ ചെയ്യും. അതൊക്കെ നടക്കട്ടെ. പക്ഷേ
അമ്മയുടെ അനുഗ്രഹവും സമ്മതവും കിട്ടിയപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. നമുക്ക് മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാവും. നമ്മൾ ഒരുമിക്കും. എനിക്കൊരു സ്വപ്നമുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അമ്മയെ നമ്മുടെ കൂടെ നിർത്തണം. ഒരായുസ് മുഴുവൻ കരഞ്ഞ ആളാ. എല്ലാം ഉണ്ടായിട്ടും എത്ര കാലം അനാഥാലയത്തിൽ കഴിഞ്ഞ ആളാണെന്നറിയോ നിന്റെ അമ്മ? എത്ര നാൾ ഒളിച്ചു നടന്നിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഇപ്പൊ പോലും ആ ഒളിവ് ജീവിതത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? നരകം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്റെ അമ്മയുടെ ജീവിതം പഠിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ ഇപ്പൊ സേഫ് ആണോ? ഉം. അമ്മ ആ രേവമ്മയുടെ വീട്ടിലല്ലേ? അവർക്ക് പണത്തിനോട് നല്ല ആർത്തിയാ. ഒറ്റക്കൊടുത്താലും നല്ല കൂലി കിട്ടുമല്ലോ. അവരിലൂടെ സാറിന്റെ അച്ഛൻ അമ്മ അവിടെയുണ്ടെന്ന് അറിഞ്ഞാലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മയ്ക്കൊന്നും വരില്ല. വിവാഹം കഴിയുന്നവരെ കാക്കണ്ട. അമ്മയെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വീട്ടിൽ സംസാരിക്കട്ടെ. രേവമ്മയുടെ വീട്ടിൽ നിന്നും അമ്മയെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയാലോ? നോ, മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സമ്മതിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ട. അച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതിക്കട്ടെ. മാത്രമല്ല, അമ്മയെ സംരക്ഷിക്കുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞാലേ അച്ഛന് കോപം ഇരട്ടിക്കും. നിങ്ങളുടെ കുടുംബത്തിന് ബാക്കിയുള്ള ജീവിതം കൂടി ആ മനുഷ്യൻ തട്ടിപ്പറിക്കും. എനിക്കത് കാണാൻ വയ്യ. നമ്മൾ ഒന്നിച്ചുണ്ടാവുമ്പോ, അമ്മയോട് ഞാൻ എന്റെ കടമകൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒന്നിച്ചുണ്ടാവും എന്നുള്ളൊരു വാക്ക് മാത്രം മതി. ഉണ്ടാവും. നമ്മുടെ അമ്മയെ ഞാൻ ഒരിക്കലും കരയാൻ സമ്മതിക്കില്ല. ദൈവത്തെ പോലെ ഞാൻ അമ്മയെ നോക്കിക്കോളാം. ആ ഭാഗ്യം ഉണ്ടാവും. താൻ എന്റെ അമ്മയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് പ്രവീണ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സാറിനെ കുറിച്ചും പരാതികളുടെ നീണ്ട നിര തന്നെയുണ്ട്. അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഏറ്റുപറഞ്ഞ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവീണയെ ആ നിമിഷം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ അതിനടുത്ത നിമിഷം തന്നെ മീഡിയാസ് അത് ഏറ്റെടുക്കും. സോഷ്യൽ മീഡിയ സാറിനെതിരെ തിരിയും. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. നന്നായി. പക്ഷേ പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ അവള് നേരെ കോടതിയിൽ ഹാജരാകും. അത് ഡിപ്പാർട്ട്മെന്റിന് പ്രശ്നമാകും. അതിൽ കൂടുതൽ അങ്ങേക്കും. പഴുതടച്ചൊരു അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാൽ പ്രവീണ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ഒരു കുരുക്ക് അങ്ങേ തേടി വരികയും ചെയ്യും. ഒരു കുരുക്കോ? എന്തു കുരുക്ക്? ഏത് നിയമ സംവിധാനത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? കാര്യങ്ങൾ നിസ്സാരമായി സമീപിക്കുന്നത് അപകടമാണ്. വലിയ വലിയ ദൗത്യങ്ങൾ മുന്നിലുള്ളപ്പോൾ ചെറുത് ചിലപ്പോൾ ഇടയിൽ വിട്ടുപോകും. അങ്ങനെ സംഭവിച്ച ഒന്നാണ് പ്രവീണ. പക്ഷേ